നമസ്തേ. രാവിലെ ഏതാണ്ട് 7-7:30 മണിയായി കാണും. നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം സഹായിയോടെ വന്നു. വാടാ നമുക്കൊന്ന് ലവട വരെ പോയിട്ട് വരാം. നേരെ സ്കൂട്ടറിൽ കയറുന്നു. കുട്ടു 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 ഓടിക്കുന്നു. അങ്ങനെ എത്തുകയാണ് തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ. സ്വാഭാവികമായും അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ചങ്ങായി, ആ ചങ്ങായിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകാമല്ലോ, അങ്ങനെയും നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാത്തവരുടെ പ്രശ്നമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു മുൻ ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, ഇതിലൊക്കെ ഇത്രയ്ക്ക് പറയാനുള്ളതുണ്ടോ? ഇല്ല. തീർത്തും അത് ശുദ്ധമല്ലാത്ത ഒരു ചിന്തയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും അദ്ദേഹം അവിടെ എത്തുകയാണ്. പക്ഷെ അദ്ദേഹത്തെ പിന്തുടർന്ന് വളരെ വലിയൊരു ആരോപണം എത്തി. എന്താണത്? അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ചങ്ങായിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ചങ്ങായി പുറകെ ഉണ്ടായിരുന്ന ആ ചങ്ങായി ഹെൽമെറ്റ് വെച്ചില്ല. ഏതെങ്കിലും ഒരാള് ഹെൽമെറ്റ് വെക്കണ്ടേ? പിന്നീട് മറ്റുള്ള സാധാരണക്കാര് പോകുമ്പോ ഹെൽമെറ്റ് വെക്കാത്തതിനുള്ള പിഴ അങ്ങനെ എത്രത്തോളം ദുഷ്കരമാക്കുകയാണ് സാധാരണക്കാരന്റെ ജീവിതം. പിഴയൊടുക്കേണ്ടതുണ്ടോ? അതായത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പിഴ വരുന്നുണ്ടോ? അവിടെ മുഴുവനും, അതായത് ആഭ്യന്തരമന്ത്രിയുടെ വീടാണേ, അവിടെ ചുറ്റോട് ചുറ്റും പോലീസുകാരായിരിക്കും. എന്നിട്ട് ഈ പോലീസ് അണ്ണന്മാരൊന്നും ഒരു ചെലാൻ എഴുതി കൊടുത്തില്ല. മോശമാണ് എന്ന് പറയാതെ വയ്യ. അപ്പോ ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ദുരൂഹത എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളെ ഒന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ് എൻ്റെ ഈ ഉള്ളവന്റെ ഒരു ഇത്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്തിനെ പ്രതി ചേർത്തത്. കൂടെ ആ തന്ത്രിയെ അങ്ങ് പിടിച്ചു ചേർത്തു. തീരെ ശരിയായ നടപടിയല്ല, പക്ഷെ അങ്ങനെ ചേർത്തു SIT. ഇനിയിപ്പോ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ പോവുകയാണ്. അതായത് ജൂലൈ 20-ന് ഈ അന്തിമ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇതോടുകൂടി ഏതാണ്ട് എല്ലാ കാര്യം ഖതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഈ സാഹചര്യമൊക്കെ ഇങ്ങനെ വന്നത് കടകംപള്ളിയുടെ ഒരു തെറ്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കടകംപള്ളി മാത്രാണോ? കണ്ഠരര് രാജീവരില്ലേ, തന്ത്രിയില്ലേ, തന്ത്രി കാണാൻ പോയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം കടകംപള്ളി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നേ. ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന ആൾക്ക് മറ്റൊരാളെ കാണാൻ പോകാനായിട്ട് ഇതിനും മാത്രം നേരാട്ട വേണോ? അത് സ്കൂട്ടറിൽ ആ റോഡിലൂടെ ഓടിച്ചങ്ങ് ചെന്നു. നിങ്ങളൊക്കെ കൂടെ അതിന് ഇങ്ങേരെ എത്രത്തോളം പറയാമോ? അത് പറയുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലറ ചില്ലറ കേസുകളും കുറച്ച് ആരോപണങ്ങളും ഒക്കെ പേരിന് ഒരു രാഷ്ട്രീയക്കാരനല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അതൊന്നും കണ്ട് സഹിക്കൂല എന്ന് പറയുന്നത് ആദ്യമുള്ള മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള കുൽസിത വാർത്തകളൊക്കെ അദ്ദേഹത്തെ പറ്റി കൊടുക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം പോയി ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. ആഭ്യന്തരമന്ത്രിയെ കാണുന്ന സാഹചര്യം ഇതായിപ്പോയി എന്ന് പറയുമ്പോ ഇതിപ്പോ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേസ്. ആ കേസിൽ ഏതാണ്ട് ചില്ലറ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കൊടുത്തു. കുറച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ ആ സ്ഥലം വിട്ട് കൊണ്ടുപോയി. അയ്യപ്പൻ അവിടെ ഇരിക്കൂലോ, അയ്യപ്പന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു പ്രധാന ചോദ്യം അവിടെ ഉണ്ട്. അപ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇനി ആദ്യമായിട്ടാണോ ഈ ഒരു കേസൊക്കെ ഉള്ളത്? ഇല്ല. കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എത്ര കേസുകളുണ്ട്? അല്ലെങ്കിൽ തന്നെ ഒരു കേസില്ലാതെ നമുക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോ അദ്ദേഹത്തിന് ഏറ്റവും അവസാനം എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം ഈ പറയുന്ന കേസാണ് കേട്ടോ, ഹെൽമെറ്റ് ഇല്ലാതെ പോയത്. അതൊരു വിഷയം ആക്കണം ചെന്നിത്തല. അല്ലെങ്കിൽ പിന്നെ ചെന്നിത്തലയ്ക്ക് അതൊരു മോശം മാർക്കായിട്ട് റിമാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് തൊട്ടു മുമ്പ് എന്താണ് നമ്മുടെ കയ്യാങ്കളി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേയർ VV രാജേഷും സംഘവും ഒരു പക്ഷത്ത്, ഇവരൊക്കെ കൂടെ മറ്റൊരു പക്ഷത്ത്, അങ്ങോട്ടേക്ക് ചീത്തവിളി, ഇങ്ങോട്ടേക്ക് ചീത്തവിളി, ചൂടുവെള്ളം ഒഴിക്കല്, വേണ്ട കലാപരിപാടികളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഈ ഒരു വിഷയത്തില് മ്യൂസിയം പോലീസ് കടകംപള്ളിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു കേസല്ലേ? അപ്പൊ ശബരിമല കൊള്ള എന്ന് മാത്രം നിങ്ങൾ പറയാമോ? അതാണ് എന്റെ ചോദ്യം. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സമരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? രാഷ്ട്രീയക്കാരാകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ സമരങ്ങള് അങ്ങോട്ടേക്ക് ഒരുന്ത് ഇങ്ങോട്ടേക്ക് ഒരുന്ത് പോലീസിന്റെ മുമ്പിൽ കിടന്നുള്ള ചില കസർത്ത് കളികള്. സാറേ ഞങ്ങള് അങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങൾ ഒന്ന് തള്ളാനേ പാടുള്ളൂ, കൂടുതൽ തല്ലൊന്നും നന്നേക്കരുതെന്ന് പറയുന്ന ആ ഒരു ഏർപ്പാടില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങള്, നിയമവിരുദ്ധമായിട്ട് സംഘം ചേരുക, ചില്ലറ നിസ്സാര കാര്യം, അതൊക്കെ കൂടി ബന്ധപ്പെട്ടിട്ട് പൊതുവഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുള്ള അല്ലറ ചില്ലറ കേസുകൾ അങ്ങനെ മ്യൂസിയം, വഞ്ചിയൂര്, പേട്ട, പൂജപ്പുര തുടങ്ങിയ സ്റ്റേഷനുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിവാദം? പിന്നെ പണ്ട് ഒരു കാലത്തുണ്ടായിരുന്നിട്ടുള്ള ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് ഒന്നും ഇപ്പൊ ചിത്രത്തിൽ പോലും ഇല്ല. എവിടെ ഉണ്ടാവും? ഉണ്ടാവുമായിരിക്കും, ഇല്ലാണ്ടെങ്കിൽ ഒരിക്കില്ല. എന്തായാലും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അന്ന് കടകംപള്ളിക്കെതിരെ ഇതുപോലെ തന്നെ കേസെടുക്കണം എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു. പ്രതിപക്ഷ സംഘടനകളെയൊക്കെ കൂടെ കൂട്ടം ചേർന്നിട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VD സതീശനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തു. അത് നമ്മുടെ VD സതീശൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശനെതിരെയുള്ള ഒരു കേസാണ്. മാനനഷ്ടമാണ് സംഭവം, മാനനഷ്ട കേസാണ്. അപ്പൊ ആ കേസ് കൊടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിരുന്ന അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്വർണ്ണം ഉണ്ടല്ലോ, എടുത്തുകൊണ്ട് വന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്വർണം ഏതൊരു കോടീശ്വരന് വിറ്റു. ഈ കോടീശ്വരൻ ഏതാണെന്ന് കടകംപള്ളിക്ക് അറിയാന്ന് സതീശൻ അങ്ങ് പറഞ്ഞു. അത് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ പറഞ്ഞതായിരിക്കും. എന്തായാലും ഒന്നും നോക്കിയില്ല കടകംപള്ളി, അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് 2 കോടിക്ക് മാനനഷ്ട കേസ് കൊടുത്തു. ഈ 2 കോടിക്ക് മാനനഷ്ട കേസ് കൊടുക്കുമ്പോ എനിക്ക് ഏതാണ്ട് ഇത്ര നിശ്ചിത ശതമാനം തുക കോടതിയിൽ കെട്ടിവെക്കണം കേട്ടോ. ആ തുക കടകംപള്ളി അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും, അതുകൊണ്ട് അത് കെട്ടിവെക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതൊരു വെറുതെ ചടങ്ങിന് വേണ്ടി കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ 1-ാം പ്രതി, ആ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. പോറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങി. ഈ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് പോറ്റി കൊണ്ടുപോയി കടകംപള്ളിക്കെതിരെ ഒരു പരാതി കൊടുത്തു. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണ കേസിലെ അന്വേഷണം അതായത് കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ട് ഒരു വ്യാജ പരാതി, വ്യാജമായിട്ടുള്ള ഭൂമി ഇടപാട് കേസില് കടകംപള്ളി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പോറ്റി കൊടുത്തിരിക്കുന്ന പരാതി. അത് ആലോചിച്ച് നോക്കണം, പോറ്റി ആരാണെന്നുള്ളത്. ആ പോറ്റി കടകംപള്ളിക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കടകംപള്ളിയുടെ സംശുദ്ധമായ രാഷ്ട്രീയം എന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി പോണം. കടകംപള്ളി സുരേന്ദ്രനെതിരെ, അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്, 2019 ഈ വിഷയം ഉണ്ടാവുന്നത്. അപ്പോ അന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലെ കട്ടിളപ്പാളിയുടെയൊക്കെ സ്വർണം പൂശിയിട്ടുള്ള ഏതാനും തകിടുകൾ ഉണ്ടല്ലോ, ആ തകിട് കുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞിട്ട് അത് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയില്ലേ, അതാണ് കടകംപള്ളിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. അപ്പൊ ഇതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള SIT കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് കടകംപള്ളിക്കെതിരെ എന്ന് പറയുമ്പോൾ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് പത്മകുമാർ, നമ്മുടെ ഇപ്പൊ ആത്മകഥ എഴുതി എല്ലാവരെയും അങ്ങ് ശരിയാക്കി കളയും, ദൈവതുല്യൻ ആരാണെന്നൊക്കെ പറഞ്ഞ് ആ മൂപ്പിന്, പുള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാര് ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനത്തിന് വിരുദ്ധമായി അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണ്ണത്തകിടൊക്കെ ഈ സ്ഥലം കടന്ന് അങ്ങോട്ട് പോയത്, ഇളക്ക് മാറ്റാൻ അനുമതി നൽകിയതെന്നുള്ള ഒരു മൊഴി നൽകിയതായിട്ട് റിപ്പോർട്ടുണ്ട്. ഏത്? ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ളവര്. പിന്നെ 1-ാം പ്രതിയുമായിട്ടുള്ള ബന്ധം, 1-ാം പ്രതി എന്ന് പറയുന്നത് നമ്മുടെ പോറ്റി,
പോറ്റിക്ക് കൃത്യമായ ബന്ധങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ? പോറ്റിയും കടകംപള്ളിയും കൂടെ ഇങ്ങനെ ഇരിക്കണ ഒരു പടം. ആ ആ പടം ഉൾപ്പെടെയൊക്കെ അങ്ങനെ പലതും വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരാളെ കാണുന്നതും പിടിക്കുന്നതും ഒക്കെ എത്ര തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും? അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസില് കടകംപള്ളിയെയും പ്രതി ചേർക്കണം എന്ന് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കല്ല എന്ന് കടകംപള്ളി സംശുദ്ധമായിട്ട് മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. താൻ അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ തീരുമാനമായിരുന്നു. തനിക്ക് ഒന്നിലും പങ്കില്ല. ഒരുത്തന അനുസരണയില്ലായിരുന്നു. ഒന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തില് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ മോശമായ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇത്രയും നാളും നയിച്ചിട്ടുള്ള സംശുദ്ധമായ ആ രാഷ്ട്രീയ ജീവിതത്തിന് അതൊരു വിഘാതമല്ലേ എന്നൊരു മറുചോദ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ ഇപ്പൊ തന്നെ കൂട്ടണം, അദ്ദേഹത്തെ ഇപ്പൊ തന്നെ ജയിലിലടക്കണം എന്നൊക്കെയാണ് അന്ന് പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നവരൊക്കെ പറഞ്ഞത്, BJP ഉൾപ്പെടെ. ഇപ്പൊ BJPയുടെ 3 MLA-മാര് അവിടെ നിയമസഭയിൽ ഉണ്ട് ട്ടോ. അപ്പൊ 3 MLA-മാരുണ്ട്, ബാക്കിയുള്ളവര് UDF-ന്റെ ആളുകളുമാണല്ലോ. അപ്പോ ഈ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള മോശമായ ആരോപണങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ദേവസ്വം മന്ത്രി ആയിരുന്നു എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പൊ ഇത്രയും കേസുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ഈ പറയുന്ന വേറെ കേസ് എന്തെങ്കിലും പറഞ്ഞു? VD സതീശനെതിരെയുള്ള മാനനഷ്ട കേസ് പറഞ്ഞു. ഇനി സ്വർണ്ണ കടത്ത് കേസ്, അത് പഴയ കേസാണ്. അതാരെങ്കിലും പറയണ്ടേ? അതാരും പറയണില്ല. പിന്നെ മറ്റേ കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളി, അതാരെങ്കിലും പറയണ്ട? പിന്നെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എത്ര കേസുകൾ, മ്യൂസിയം, വഞ്ചിയൂർ, പേട്ട സ്റ്റേഷനുകളിലൊക്കെയുള്ള കേസുകൾ, ഇതൊന്നും ആരും പറയില്ല കേട്ടോ. എന്നിട്ട് എപ്പോഴും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാനും പോയി ഇനി ഒന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള, അപ്പൊ ഒത്തുതീർപ്പ്, അപ്പൊ ശിപാർശ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതൊക്കെ ന്യായമാണോ? അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അദ്ദേഹം ചിലപ്പോ നമ്മുടെ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ ചായ കുടിച്ചോ? ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഉറങ്ങിയോ ശരിക്കും? കഴിഞ്ഞ ദിവസം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഭരണം ഏറ്റെടുത്തതിന് ശേഷം അങ്ങ് തൂഫാനൊക്കെ നടത്തിയല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ വഴി കൂടി പോകുമ്പോ ഒന്ന് കയറി കണ്ട് ഇനിയിപ്പോ ഒരു കപ്പ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും വലിയ തലവേദനയായി എന്ന് പറയുന്ന നിലയ്ക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഇപ്പൊ എടുത്തിടുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് വേണ്ടുന്ന, ഇനി മുന്നോട്ട് പോകാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.